നമസ്കാരം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കേരളത്തിൽ ഇനി UDF ഭരിക്കാൻ പോകുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അധികാരം മാറുന്നത് വെറും മുഖങ്ങൾ മാറാൻ വേണ്ടി മാത്രമാണ്, രീതിയിൽ മാറാൻ വേണ്ടിയല്ല. ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്തിനാണെന്നാൽ, ഷിംജിത എന്ന് പറഞ്ഞ കുറ്റവാളിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മറന്നു പോയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഷിംജിത എന്ന് പറഞ്ഞ കുറ്റവാളി ബസ്സിൽ കയറി തൂന്നിവാസം കാണിച്ചിട്ട് ഒരു പാവപ്പെട്ട സുഹൃത്തിനെ ഇല്ലാക്കഥ ഒരുക്കി കുടുക്കിയിട്ട് ആ പാവപ്പെട്ട സുഹൃത്ത് സ്വന്തം ജീവൻ ഒടുക്കിയ വിഷയം റിയാലിറ്റിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുൻപേ നടന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആരും മറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ആ കുറ്റവാളി ഷിംജിത ഇപ്പോൾ ലോകം മൊത്തം സഫാരി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അന്ന് ആ വിഷയം നടന്നപ്പോൾ നമ്മളെല്ലാം സ്വയം നൊന്തു, നമ്മൾ സങ്കടപ്പെട്ടു. ആർക്ക് പോയി? അന്ന് ആ കുടുംബത്തിന് പോയി, ആ പാവപ്പെട്ട സുഹൃത്തിനും ആ കുടുംബത്തിനും പോയി. അന്ന് നമ്മൾ വിശ്വസിച്ചു, നമ്മുടെ നിയമ സംവിധാനത്തെ നമ്മൾ വിശ്വസിച്ചു, നല്ലൊരു ശിക്ഷ ഉറപ്പാക്കുമെന്ന് വിശ്വസിച്ചു, ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കില്ലെന്ന് വിശ്വസിച്ചു. അന്ന് നമ്മൾ നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ചു. പക്ഷെ അതൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഏതാനും മണിക്കൂറുകൾ ഇപ്പോൾ അറിയുമ്പോൾ ഷിംജിത എന്ന് പറഞ്ഞ കുറ്റവാളി ഇപ്പോൾ ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വൈകി കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു കേസ് തെളിയപ്പെടാനും ശിക്ഷിക്കപ്പെടാനും വർഷങ്ങളെടുക്കും. രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി കുറെ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഉദാഹരണത്തിന് കിറ്റ് വിതരണം, പിന്നെ ക്രിസ്മസിന് കേക്ക്. പക്ഷേ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നിയമ സംവിധാനത്തെ അവർ തളച്ചിട്ടിരിക്കുകയാണ്. ക്രിമിനൽസിനെ പിടിക്കാനോ നിയമം പരിഷ്കരിക്കാനോ ഉള്ള നട്ടല് നമ്മുടെ കേരളത്തിൽ ഒരു പാർട്ടികളും കാണിക്കത്തില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാ പാർട്ടിയിലും കുറെ ക്രിമിനൽസ് ഉണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് തരേണ്ട ആ സുരക്ഷ, ആ നിയമ സംവിധാനത്തെ ഇവർ തളച്ചിട്ടിരിക്കുന്നു. അറിഞ്ഞുകൊണ്ട് ഇവർ തളച്ചിട്ടിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം ഇവരുടെ ആ ഒരു നേതാക്കളെ, ആ ക്രിമിനൽസിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ അറിഞ്ഞുകൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോയിൽ ഇത് മാത്രമാണ്. നമ്മൾ ജനങ്ങൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക. നമുക്ക് ഒരു നിയമ സംവിധാനമില്ല. നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും നമ്മൾ തന്നെയാണ് ഉത്തരവാദിത്തം ഏൽക്കേണ്ടത്. അല്ലാതെ ഒരു രാഷ്ട്രീയം, ഒരു പാർട്ടി പുതുതായിട്ട് വന്നെങ്കിൽ, അതിപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇവരാര് വന്നാലും നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണ്. ഇവർ മാറിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുറെ വാഗ്ദാനം തന്നതിലൂടെ, അത് അറിഞ്ഞുകൊണ്ട് ഇവർ കിറ്റ് തന്നതിലൂടെ ഒരു ഗുണവും നമുക്കുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. സീ യു സൂൺ ഗൈസ്, ബൈ.